നിന്റെ വീട്ടുകാർക്കോ നിന്റെ ഭാര്യയ്ക്കോ സിസേറിയൻ ചെയ്താൽ നീ ഡോക്ടറിനോട് പഞ്ഞി വയ്ക്കുമെന്ന്. അങ്ങനെ തർക്കമുണ്ട്. സിസേറിയൻ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് കിടത്തിയ അമ്മു വീണ്ടും 6 മണിയായപ്പോൾ വീണ്ടും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. നമസ്കാരം, ലോയൽ ബ്രിഗേഡ്സിലേക്ക് സ്വാഗതം. ഞാൻ അഭിഷേക് നായർ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കൊരു വാർത്തയായിട്ടാണ്. വാർത്ത എന്താണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തുടക്കം കണ്ടപ്പോഴേ മനസ്സിലായി കാണും. സിസേറിയൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയ നായ വീണ്ടും പ്രസവിച്ചു. ഓക്കെ, അപ്പം എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ ഓണറിനോട് തന്നെ ചോദിക്കാം. എന്തു പറയുക, നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന ചില ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം സംഭവിക്കുന്ന ചില പിഴവുകളാണ്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് 15-ാം തീയതി രാവിലെ എൻ്റെ വീട്ടിലെ വളർത്തുനായ അമ്മു എന്ന പേരുള്ള പഗ്ഗിനത്തിൽപ്പെട്ട പെണ്ണായ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയുണ്ടായി. അപ്പോൾ അത് വന്നിട്ട് ഡെഡായിട്ടാണ് കുട്ടി പുറത്ത് വന്നത്. അപ്പോൾ തുടർന്ന് അതിനെ പ്രസവിക്കാണ്ട് ചില ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും എൻ്റെ ഫ്രണ്ട് അനീഷ്, അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ചേർന്ന് കുടപ്പനക്കുന്നിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വെറ്റിനറിയുടെ അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്കും ഡോക്ടർമാർ എന്ത് ചെയ്തു, ഇതിനെ ചെക്ക് ചെയ്തിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ എടുത്തു. അവർ പറഞ്ഞു കുഞ്ഞുണ്ട്, അപ്പോൾ സിസേറിയൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിസേറിയൻ ചെയ്യാൻ വേണ്ടി സമ്മതിച്ചു. അപ്പോൾ സിസേറിയൻ ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു 4 കുഞ്ഞുങ്ങളുണ്ട്, അതിൽ 3 എണ്ണം നല്ല ലൈവാണ്, ഒരു കുട്ടി ഡെഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് 3 മണിയോടെ എന്നെയും ഡോഗിനായിട്ട് വിട്ടയച്ചു. ഏകദേശം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട് വരെ ഏകദേശം ഒരു 50 കിലോമീറ്റർ ട്രാവലുണ്ട്. അപ്പോൾ ഞാൻ കാറിലാണ് കൊണ്ടുവരുന്നത്. കാറിൽ കൊണ്ടുവന്ന് ഞാനെന്ത് ചെയ്ത് അമ്മുവിനെ കൊണ്ട് കൂട്ടിലാക്കിയിട്ട് അമ്മയെ ഏൽപ്പിച്ചിട്ട് എൻ്റെ വേറൊരു ആവശ്യമായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും അമ്മ എന്നെ 6 മണിയായപ്പോൾ അമ്മ എന്നെ വിളിക്കുകയാണ്. വീട്ടിൽ കൊണ്ടുവന്ന് അമ്മു വീണ്ടും പ്രസവിച്ചു. സിസേറിയൻ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് കിടത്തിയ അമ്മു വീണ്ടും 6 മണിയായപ്പോൾ വീണ്ടും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അതാണെങ്കിൽ നല്ല വളർച്ചയുള്ള നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷേ അതിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയില്ല. അത് ഡോക്ടറിൻ്റെ ഒരു അനാസ്ഥ മൂലമാണ് ഞങ്ങൾക്ക് ആ ഒരു കുഞ്ഞിനെ കൂടെ നഷ്ടമായത്. എനിക്ക് ഷെയർ ചെയ്യാനുള്ളതും കൂടി നിങ്ങൾ കേൾക്കണം. കാരണം ആ 100% നമുക്ക് സംഭവിച്ച ഒരു കാര്യമാണ്, ഒരു ദുരനുഭവമാണ് അത് ശരിക്കും. നമ്മളന്ന് രാവിലെ ഒരു 10 മണിയോടെ ആ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഡോഗിനെ കാണിച്ചപ്പോഴും അവരെന്താ സിസേറിയൻ ചെയ്യണമെന്ന് തന്നെ ആദ്യം പറഞ്ഞിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്തു, അവരൊരു ലിസ്റ്റ് എഴുതി തന്നു, മെഡിസിൻ ലിസ്റ്റ്. കുഴപ്പമില്ല, നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാണ്, എന്ത് വേണോ. അപ്പോൾ മെഡിസിൻ ലിസ്റ്റ് എഴുതി തന്ന് അതിൽ 4 കെട്ട് പഞ്ഞി, എന്ന് വെച്ചാൽ 100ൻ്റെ 4 കെട്ട് പഞ്ഞി പ്ലസ് ഗ്ലൗസ്, സിറിഞ്ച്, എന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആവശ്യമായ സാധനങ്ങൾ വരെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നേരെ അവരെന്ത് ചെയ്തു, അൾട്രാസൗണ്ടിന് കയറ്റുകയുണ്ടായി. അങ്ങനെ അൾട്രാസൗണ്ട് കയറ്റിയിട്ട് അവർ പറഞ്ഞു നമുക്കൊരു 3 അലൈവ് പപ്പീസ് നമുക്ക് കാണാം, ഡെഡ് പപ്പീസ് കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്ത് നമ്മൾ കൺസെൻ്റ് എല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ട് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയുണ്ടായി. സിസേറിയൻ കഴിഞ്ഞ് ഡോഗിനെയും 4 പപ്പീസ്, അതിൽ 3 എണ്ണം അലൈവും 1 എണ്ണം ഡെഡും ആയിട്ട് അവർ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വെളിയിൽ നമുക്ക് തരികയുണ്ടായി. അമ്മു പുറത്ത് വന്നവിടെ സ്ട്രെച്ചറിൽ തന്നെ വീണ്ടും അതിൻ്റെ സ്റ്റൊമക്ക് പുഷ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നുവെച്ചാൽ വീണ്ടും അതിനെന്തോ ഒരു വെപ്രാളം പോലെ അത് കാണിക്കുകയുണ്ടായി. അങ്ങനെ കാണിച്ച സമയത്താണ് ഇതിൻ്റെ യൂറിനറി സൈഡിൽ നിന്ന് ലൈറ്റ് ബ്ലഡ് വന്നു. അങ്ങനെ ബ്ലഡ് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ ഡ്യൂട്ടി സ്റ്റാഫിൻ്റെ അടുത്ത് കുറച്ച് കോട്ടൺ ചോദിച്ചു, കുറച്ച് പഞ്ഞാൻ ചോദിച്ചു. അത് നമ്മൾ എവിടെ പോയാലും നമ്മൾ ചോദിക്കും ക്ലീൻ ചെയ്യാൻ കുറച്ച് കോട്ടൺ വേണോ. അങ്ങനെ കോട്ടൺ ചോദിച്ചപ്പം ഇവരുടെ റെസ്പോൺസ് എന്ന് വെച്ചാൽ എന്തോന്ന്, അതൊന്നും തരാൻ പറ്റൂല എന്ന്. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ 4 കെട്ട് പഞ്ഞി വാങ്ങിച്ചു തന്നു, അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് എനിക്ക് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ അനൂപ് അമ്മുവിന് സിസേറിയൻ ചെയ്ത ഡോക്ടർ അനൂപ് ഇടപെട്ടിട്ട് പറഞ്ഞു, ഞാൻ 5 കെട്ട് പഞ്ഞി യൂസ് ചെയ്ത്, എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1/2 kg പഞ്ഞി യൂസ് ചെയ്തു. അതിൽ നിങ്ങൾ 4 കെട്ട് മാത്രമേ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. 1 കെട്ട് എൻ്റെ പേഴ്സണൽ സ്റ്റോക്കിൽ നിന്ന്, ഗവൺമെൻറ് പോലും അല്ല എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള എൻ്റെ പേഴ്സണൽ സ്റ്റോക്കിൽ നിന്നും, പ്ലസ് ഞാൻ വേറൊരു മെഡിസിൻ കൂടി എൻ്റെ പേഴ്സണൽ സ്റ്റോക്കിൽ നിന്ന് യൂസ് ചെയ്തു. ഇതെല്ലാം നിങ്ങൾ വാങ്ങിച്ചു തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു തരാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങൾ യൂസ് ചെയ്ത
മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ട് സീൽ ചെയ്ത് തരാൻ പറഞ്ഞു. ആ ഡോക്ടറിൻ്റെ റെസ്പോൺസ് എന്ന് വെച്ചാൽ അങ്ങനെ തരാൻ പറ്റത്തില്ല, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് തിരിച്ച് മോശമായിട്ട് രീതിയിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ട് ഡോക്ടർ പിന്നെ പറഞ്ഞിട്ട് നിൻ്റെ വീട്ടുകാർക്കോ നിൻ്റെ ഭാര്യയ്ക്കോ സിസേറിയൻ ചെയ്താൽ നീ ഡോക്ടറിനോട് പഞ്ഞി വയ്ക്കുമെന്ന്. അങ്ങനെ തർക്കം ഉണ്ടായപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയുണ്ടായിട്ട് എന്നെ അടിക്കാൻ വരികയും ഇതെല്ലാം അവിടുത്തെ CCTV ക്യാമറയിൽ വ്യക്തമാണ്. ഞാനങ്ങനെ 12:30 സിസേറിയൻ ഈ സംസാരമെല്ലാം ഉണ്ടായി. 12:30 സിസേറിയൻ കഴിഞ്ഞ ആ അമ്മുവിനെ 3 മണി വരെ അവിടെ തടഞ്ഞു വെച്ചു. എന്ന് വെച്ചാൽ ഞാൻ മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ 3 മണി വരെ അമ്മുവിനെ അവിടെ തടഞ്ഞു വെച്ചു. അങ്ങനെ 1 മണിയായപ്പോൾ ഞാൻ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയി. കാരണം ഇങ്ങനെയാണ് ഡോക്ടറിൻ്റെ പ്രതികരണമൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയി. പക്ഷേ ഡോക്ടറിൻ്റെ സ്വാധീനം വെച്ച് തിരിച്ചെന്ത് ചെയ്തു, എനിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തു. ഞാൻ ഡോക്ടറിനെ ക്രൂരമായി മർദ്ദിച്ചു. ഞാൻ എൻ്റെ വിരൽ പോലും ഡോക്ടറിൻ്റെ ദേഹത്ത് തൊട്ടിട്ടില്ല. അത് അവിടുത്തെ CCTV ക്യാമറയിൽ വ്യക്തമാണ്. ഈ ഡോക്ടർ എന്നെ അടിക്കാൻ പറഞ്ഞതും എന്നെ പുറത്താക്കുന്നതും എല്ലാം വ്യക്തമാണ്. 6 മണിക്ക് SI വന്നപ്പോഴാണ് ശരിക്കും SIയുടെ പ്രതികരണം എന്തോന്നു ഡോക്ടറിന് സപ്പോർട്ടായിട്ടാണ്. കാരണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകുമ്പം പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അങ്ങനെ പറഞ്ഞു നീ ചെയ്തത് തെറ്റാണ്, ഞാൻ മാപ്പ് ചോദിക്കണമെന്ന്. അപ്പോൾ ഡോക്ടറിൻ്റെ ആവശ്യം അതായത് ഞാൻ മാപ്പ് ചോദിക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് സോറി ചോദിച്ചിട്ട് ഞാൻ അവിടുന്ന് വന്നു. ഞാൻ പക്ഷെ വരികയുണ്ട്. പക്ഷെ അപ്പോഴാണ് ശരിക്കും എനിക്കും കോള് അജനിൽ നിന്ന് വന്നത്. കാരണം വീട്ടിൽ അമ്മു വീണ്ടും പ്രസവിച്ചു എന്ന്. രാവിലെ പ്രസവിച്ച 1 കുട്ടിയും പ്ലസ് സിസേറിയൻ ചെയ്ത 4 പപ്പി, ജീവനുള്ള 3ഉം മരിച്ച ഒരെണ്ണം. അവർ തന്ന 1 പപ്പി ഉണ്ടായിരുന്നു, നമുക്ക് തന്നുവിട്ട പപ്പി അതൊന്നും, പ്ലസ് വീട്ടിൽ വന്ന് ഇവിടെ പ്രസവിച്ച ആ 1 പപ്പിയായിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയുണ്ടായി. അങ്ങനെ ഞാനത് സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റ് ചെയ്തിരുന്നു. സാറ്റർഡേ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ വേണ്ടപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം നമ്മൾ എന്ത് ചെയ്തു കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്തു. ചീഫ് മിനിസ്റ്റർ, മിനിസ്ട്രി ഓഫ് അനിമൽ ഹസ്ബൻഡറി, ഡയറക്ടർ ഓഫ് അനിമൽ ഹസ്ബൻഡറി വികാസ് ഭവൻ, DGP, ദെൻ കമ്മീഷണർ, സർക്കിൾ ഇൻസ്പെക്ടർ പേരൂർക്കട, പിന്നെ SI പേരൂർക്കട, ഇവർക്ക് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്തു കംപ്ലയിൻറ്റ് നമ്മൾ ഫോർവേഡ് ചെയ്തു. ഇങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചിട്ട് തന്നെയാണ് കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് പോലും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുകയാണ് എറണാകുളത്തുള്ള ശ്രീദേവി പണിക്കർ മാഡം ഇതിൽ വലിയൊരു ഡോഗ് ലവറാണ്. അപ്പം ആ മാം ഡോക്ടറിനെ വിളിക്കുകയുണ്ടായി. ഡോക്ടറിനെ വിളിച്ചിട്ട് ഈ കാര്യം അന്വേഷിച്ചു. അപ്പം അനൂപ് ഡോക്ടറിൻ്റെ റെസ്പോൺസ് എന്ന് വെച്ചാൽ ഓൾറെഡി എന്നുവെച്ചാൽ 15ൻ്റെ തലേ ദിവസം 14ന് 2 പപ്പി വന്നു. ശരിക്കും അതൊരു കള്ളമാണ് ശരിക്കും ആ അനൂപ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അനൂപ് ഒരു ചെറിയല്ല വലിയൊരു കള്ളത്തരം തന്നെ പറയുകയുണ്ടായി. അത് ഞങ്ങൾ 14-ാം തീയതി ഇവിടെ നിന്ന് ഒരു 5 മണിക്ക് തിരിച്ചു. ഡോക്ടർ ലോറൻസിൻ്റെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ ലോറൻസ് ഡോക്ടറെ ഞങ്ങൾക്ക് അറിയാവും. അപ്പോൾ അവിടെ ഏകദേശം ഞങ്ങൾ 6 മണിയായപ്പോൾ എത്തി. എന്നിട്ട് ഡോക്ടർ വരാൻ അല്പം ലേറ്റായിട്ട് ഡോക്ടർ പട്ടിയെ നോക്കിയിട്ട് പറഞ്ഞു ഇത് അല്പം സീരിയസ് ആണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, രാവിലെ മോർണിംഗ് കുടപ്പനക്കുന്നിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോവുക. അവിടെ പോയിട്ട് ഡോക്ടർ അവിടെ റെഫർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു രാജീവ് എന്ന് പറഞ്ഞ ഡോക്ടറെ റെഫർ ചെയ്തു. അപ്പോൾ ഞങ്ങളെന്ത് അവിടെ നിന്ന് ഏകദേശം ലോറൻസ് ഡോക്ടറെ വീട്ടിൽ നിന്ന് ഒരു 1:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിക്കുന്നത്. അപ്പോൾ 1:30 ആയപ്പോൾ അമ്മൂനെ കൊണ്ട് വീട്ടിലാക്കി. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കേണ്ട പുറപ്പാടിലാണ് അടുത്ത്. എന്നിട്ട് രാവിലെ ആയപ്പോൾ അമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പട്ടിക്കുട്ടി പുറത്ത് വന്നപ്പോഴത്തേക്കും ഡെഡായിട്ടാണ് പുറത്ത് വന്നത്. അപ്പോൾ വീണ്ടും അതിന് പ്രസവത്തിന് ചെറിയ തടസ്സം കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ അപ്പോൾ തന്നെ വെയിറ്റ് ചെയ്തില്ല, ഞങ്ങൾ നേരെ കുടപ്പനക്കുന്നിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോയപ്പോഴത്തേക്കും ഡോക്ടർ രാജീവ് നോക്കി, പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ അനൂപ് നോക്കിയിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ എടുത്തിട്ട് പറഞ്ഞു സിസേറിയൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ സിസേറിയൻ ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞു 4 കുട്ടിയുണ്ട്, 4 കുട്ടിയിൽ 3 എണ്ണം ലൈവും 1 എണ്ണം ഡെഡും ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 5 കുട്ടിയായി. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കാണ് വീണ്ടും അമ്മ എന്ത് ചെയ്ത് 6 മണിയായപ്പോഴത്തേക്ക് വീണ്ടും ഒരു കുട്ടിയെ പ്രസവിച്ചു. അപ്പോൾ ഡോക്ടർ ഇതിൽ പറയുന്നത്, ഡോക്ടർ അനൂപ് പറയുന്നത് ഞങ്ങൾ കേൾക്കാം. റെഫർ ചെയ്ത് വിട്ടത് ഡോക്ടർ ലോറൻസ് എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ഡോക്ടർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് വേണ്ടത് പ്രാക്ടീസ് ചെയ്യാണ്. ഡോക്ടർ ഞങ്ങളടുത്ത് റെഫർ ചെയ്ത് വെച്ചു. അപ്പോൾ ഓണർ ഞങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു തലേ ദിവസം, അതായത് 15-ാം തീയതിക്ക് തലേ ദിവസം ഈ ഡോഗ് 2 ഡെഡ് പപ്പീസിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളടുത്ത് വരുന്നത്. ഡോക്ടർ പറഞ്ഞ ഒരു വാക്കുണ്ട്, നമ്മൾ കേസ് ഷീറ്റിൽ
2 പപ്പി വന്നിട്ടുണ്ടെന്ന് എഴുതിയിട്ടുള്ളത്. അത് കേസ് ഷീറ്റ് അപ്പം എഴുതിയതല്ല. അവർ ഈ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പം അവർ എഴുതി ചേർത്തതാണ് 2 പപ്പി സിസേറിയന് മുമ്പ് വന്നു എന്ന്. കാരണം ആ വീഡിയോയിൽ തന്നെ എവിഡൻ്റ് ആണ്, ഫുൾ എവിഡൻസ് എല്ലാം ഉണ്ട്. കാരണം സിസേറിയന് മുമ്പ് 1 പപ്പി തന്നെ വന്നിട്ടുള്ളൂ. സിസേറിയൻ ടൈമിലാണ് 4 പപ്പി പുറത്തെടുത്തത്. 3 എണ്ണം അലൈവും 1 എണ്ണം ഡെഡും. സിസേറിയന് ശേഷം 1 പപ്പി വന്നു. അതിൻ്റെ വീഡിയോ എല്ലാം വ്യക്തമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോഴാണ് അനൂപ് ഡോക്ടർ ഈ ഒരു നാടകമായിട്ട് ഇറങ്ങിയത്. അനൂപ് ഡോക്ടർ തന്നെയല്ല, അവിടുത്തെ ടോപ്പ് ഡയറക്ടേഴ്സ് എല്ലാവരും ഈ ഒരു കഥ ഇറക്കാൻ തുടങ്ങി. ഡോക്ടർ അനൂപ് പറഞ്ഞു, അതായത് 14-ാം തീയതി ഞങ്ങളുടെ അമ്മു 2 കുട്ടിയെ പ്രസവിച്ചു വന്നു. അപ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ ഡയറക്ടറായ ഡോക്ടർ ഹരികൃഷ്ണൻ പറയുന്നത് നമുക്ക് കേൾക്കാം. പുള്ളി റെക്കോർഡുണ്ട് നമ്മുടെ കയ്യിൽ. ആയിക്കോട്ടെ, പുള്ളി പറഞ്ഞോട്ടെ. പക്ഷെ പുള്ളി അവിടെ ഈ ഒന്നാമത്തെ കാര്യം ഇയാളുടെ അല്ല, ഈ പഗ് ഇയാളുടെ ഫ്രണ്ടിന്റെയാ. ഫ്രണ്ടിനെയാന്ന് പറഞ്ഞു. പഗ് ആദ്യം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചിട്ട് ഒരു കുഞ്ഞ് ചത്തുപോയിട്ട് ഇവിടെ വന്നിട്ട് സ്കാൻ ചെയ്തപ്പോഴത് ലൈവ് പപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് അത് മരിച്ചുപോയ 3 പപ്പീസ് നമ്മൾ ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ട്. 1 സിസേറിയന് മുമ്പും 4 എണ്ണം സിസേറിയൻ ടൈമിൽ വന്നു. അതിൽ 3 എണ്ണം അലൈവും 1 എണ്ണം ഡെഡും. 1 സിസേറിയൻ ശേഷം വീട്ടിൽ വന്നിട്ട് പ്രസവിച്ചു. അങ്ങനെ 3 മരിച്ചുപോയ പപ്പീസ്, ഈ അമ്മുവിൻ്റെ പഗിൻ്റെ പപ്പീസ് ഇപ്പോഴും ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഒരു ഡോക്ടേഴ്സും ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറായില്ല. കാരണം ഇതിൻ്റെ പഗിൻ്റെ പപ്പി തന്നെയാണോ എന്നുള്ളതെല്ലാം വ്യക്തമാണ്. അപ്പം അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ നമുക്ക് ലീഗലായിട്ടുള്ള ആക്ഷൻ തന്നെ അതിനെതിരെ എടുക്കണം. അതുകൊണ്ട് ഇതിന് വേണ്ട ഉയർന്ന ഉദ്യോഗസ്ഥർ ആരും ഇതിൽ ഇടപെട്ടിട്ട് ഇതുവരെ ഇല്ല. കാരണം അവർ റെഫർ ചെയ്ത് തരണം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി. അങ്ങനെ ചെയ്തു തന്നിട്ട് വേണം. കാരണം നമുക്ക് ഇതിന് നീതി കിട്ടണം, അമ്മുവിന് നീതി കിട്ടണം. അമ്മുവിനും മരിച്ചുപോയ ആ 3 കുട്ടികൾക്ക് നീതി കിട്ടണം. അതിനുവേണ്ടി തന്നെ നമ്മൾ പോരാടുന്നത്. കാരണം നീതി കിട്ടാതെ ഒരിക്കലും നമ്മൾ ഇതിൽ നിന്ന് പിന്മാറുന്നതല്ല. സത്യം തെളിയണം. ഇതിന് തെറ്റുകാർക്ക് വേണ്ട നടപടി ഇതിന് ഉയർന്ന ഉദ്യോഗസ്ഥർ എടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. കാരണം പുള്ളിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ പറ്റുന്നതൊക്കെ ഇതിനകത്ത് ഞാൻ നിറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം പുള്ളി ഇതിൽ മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ സിസേറിയൻ കഴിഞ്ഞിട്ട് ആ പഗ്ഗിനുണ്ടായ പപ്പി, ഓക്കെ, അത് ഹോസ്പിറ്റലുകാർ അവരുടേതല്ല, സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ ആ ഡോക്ടറുടെ റെക്കോർഡിങ് കേട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞെന്നു പറഞ്ഞാൽ 2 പപ്പിയാണ് ഇവർ ആദ്യമേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ മാനേജിങ് ഡയറക്ടറിൻ്റെ റെക്കോർഡിംഗ് ആണെങ്കിൽ പുള്ളി പറയുന്നു എന്ന് പറയുമ്പോൾ 1 പപ്പി മാത്രമേ ഉണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം എത്താണ്ട് ആളുകളിലേക്ക് എത്തട്ടെ. കാരണം അങ്ങനെയെങ്കിലും ഇതൊന്നും അറിയാതെ ആ ഒരു കുട്ടി പഗ് അവിടെ കിടന്ന് ഓടുന്നുണ്ടല്ലേ. ഈ പഗ്ഗിനെ പറ്റി ഇത്രയും തർക്കവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ ഓടുക. പക്ഷേ എങ്കിലും ആ ഓടുന്ന ആ ചിരിച്ച മുഖത്തിന് വേണ്ടി ആ ചിരിച്ച മുഖത്തിന് നീതി കിട്ടണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ദയവായിട്ട് ഷെയർ ചെയ്യുക. എത്ര ആളുകൾക്ക് എത്തിപ്പിക്കാൻ പറ്റുമോ, നിങ്ങളെ കൊണ്ട് എത്ര റീച്ച് ഈ വീഡിയോക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.